വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒക്ടോബർ മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങൾ. ഇനി വരുന്ന PSC പരീക്ഷകൾ, RRB, SSC ഏത് പരീക്ഷയ്ക്കും കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുത്ത് പഠിക്കുക. ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ചോദ്യം: രാജ്യത്ത് ആദ്യമായി നദിക്കടിയിൽ തുരങ്കം നിർമ്മിക്കുന്നത് ഏത് നദിക്കടിയിലൂടെയാണ്? ഉത്തരം വരുന്നത് ബ്രഹ്മപുത്ര. രാജ്യത്ത് ആദ്യമായി നദിക്കടിയിൽ തുരങ്കം നിർമ്മിക്കുന്നത് ഏത് നദിക്കടിയിലൂടെ എന്ന് ചോദിച്ചാൽ ഉത്തരം ബ്രഹ്മപുത്ര. അടുത്ത ചോദ്യം: ലോക അധ്യാപക ദിനം. ഉത്തരം ഒക്ടോബർ 5. ലോക അധ്യാപക ദിനം എന്നാന്ന് ചോദിച്ചാൽ ഒക്ടോബർ 5. 2025 തീം റീകാസ്റ്റിംഗ് ടീച്ചിങ് ആസ് എ കൊളാബറേറ്റീവ് പ്രൊഫഷൻ എന്നതാണ്. 2025 തീം റീകാസ്റ്റിംഗ് ടീച്ചിങ് ആസ് എ കൊളാബറേറ്റീവ് പ്രൊഫഷൻ എന്നതാണ് ലോക അധ്യാപക ദിനത്തിൻ്റെ തീം. അടുത്തിടെ കേരളത്തിൽ നിരോധിച്ച വിവാദമായ ചുമമരുന്ന് ഏത്? ഉത്തരം കോൾഡ്രിഫ്. അടുത്തിടെ കേരളത്തിൽ നിരോധിച്ച വിവാദമായ ചുമമരുന്ന് കോൾഡ്രിഫ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ചോദ്യം: ജപ്പാൻ്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത? ഉത്തരം സനെ തക്കൈച്ചി. ജപ്പാൻ്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത? ഉത്തരം സനേത തക്കൈച്ചി. അടുത്തത്: 2025 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിക്കുന്ന UK പ്രധാനമന്ത്രി? ഉത്തരം കിയർ സ്റ്റാമർ. 2025 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിക്കുന്ന UK പ്രധാനമന്ത്രി ആര്? ഉത്തരം കിയർ സ്റ്റാമർ. ഒന്നുകൂടി നോക്കാം. രാജ്യത്ത് ആദ്യമായി നദിക്കടിയിൽ തുരങ്കം നിർമ്മിക്കുന്നത് ഏത് നദിക്കടിയിലൂടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് ബ്രഹ്മപുത്ര. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. 2025 തീം റീകാസ്റ്റിംഗ് ടീച്ചിങ് ആസ് എ കൊളാബറേറ്റീവ് പ്രൊഫഷൻ എന്നാണ്. അടുത്തത് ചോദ്യം: കേരളത്തിൽ അടുത്തിടെ നിരോധിച്ച വിവാദമായ ചുമമരുന്ന്? ഉത്തരം കോൾഡ്രിഫ്. ജപ്പാന്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത ആര്? ഉത്തരം സനെ തക്കൈച്ചി. അടുത്ത ചോദ്യം: 2025 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിക്കുന്ന UK പ്രധാനമന്ത്രി? ഉത്തരം കിയർ സ്റ്റാമർ. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ശുഭ്മാൻ ഗിൽ. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ശുഭ്മാൻ ഗിൽ. വൈസ് ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ ശ്രേയസ് അയ്യർ. വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശുഭ്മാൻ ഗിൽ. വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. അടുത്ത ചോദ്യം: CSF ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത്? ഉത്തരം പ്രവീൺ രഞ്ജൻ. CSF ജനറലായി ചുമതലയേറ്റത്? ഉത്തരം പ്രവീൺ രഞ്ജൻ. CSF ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് പ്രവീൺ രഞ്ജൻ. അടുത്ത ചോദ്യം: ദേശീയ മഞ്ഞൾ ബോർഡ് പ്രവർത്തനം ആരംഭിച്ചത്? തെലുങ്കാനയിലെ നിസാമാബാദിലാണ്. ദേശീയ മഞ്ഞൾ ബോർഡ് പ്രവർത്തനം ആരംഭിച്ചത് തെലുങ്കാനയിലെ നിസാമാബാദ്. അടുത്ത ചോദ്യം: കോൺഗ്രസിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരം ഇന്ദിരാഭവൻ ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം സോണിയാഗാന്ധി. കോൺഗ്രസിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവൻ ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം സോണിയാഗാന്ധി. അടുത്ത ചോദ്യം: സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ പ്രഥമ നാടക പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം സതീഷ് സംഘമിത്ര. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ പ്രഥമ നാടക പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം സതീഷ് സംഘമിത്ര. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശുഭ്മാൻ ഗിൽ. വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. CSFൻ്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് പ്രവീൺ രഞ്ജൻ. അടുത്ത ചോദ്യം: ദേശീയ മഞ്ഞൾ ബോർഡ് പ്രവർത്തനം ആരംഭിച്ചത്? ഉത്തരം തെലങ്കാനയിലെ നിസാമാബാദ്. അടുത്ത ചോദ്യം: കോൺഗ്രസിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരം ഇന്ദിരാഭവൻ ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം സോണിയാഗാന്ധി. അടുത്ത ചോദ്യം: സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ പ്രഥമ നാടക പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം സതീഷ് സംഘമിത്ര. അടുത്ത ചോദ്യം: സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ പ്രഥമ നാടക പുരസ്കാരത്തിന് അർഹനായത്? സതീഷ് സംഘമിത്ര. അടുത്ത ചോദ്യം വെരി ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഈ വർഷത്തെ 2025 വയലാർ അവാർഡിന് അർഹനായത്? ഉത്തരം ഇ. സന്തോഷ് കുമാർ. വയലാർ
അവാർഡ് 2025 അർഹനായത് ഇ. സന്തോഷ് കുമാർ. തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. തപോമയുടെ അച്ഛൻ 49ാമത്തെ വയലാർ അവാർഡാണ് ഇ. സന്തോഷ് കുമാറിന് ലഭിച്ചത്. ഈ വർഷത്തെ 2025 വർഷത്തെ വയലാർ അവാർഡ് നേടിയത് ഇ. സന്തോഷ് കുമാർ. തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം. 49ാമത്തെ വയലാർ അവാർഡാണ് ലഭിച്ചത്. അടുത്ത ചോദ്യം, 2025 ഇറാനി കപ്പ് ചാമ്പ്യന്മാരായത്? ഉത്തരം വിദർഭ. 2025 ഇറാനി കപ്പ് ചാമ്പ്യന്മാരാരാന്ന് ചോദിച്ചാൽ വിദർഭ. അടുത്ത ചോദ്യം, 2025 ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ് മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്? ഉത്തരം ആന്ത്രോത്ത്. 2025 ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ് മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏത്? ഉത്തരം ആന്ത്രോത്ത്. വയലാർ രാമവർമ്മ മെമ്മോറിയലിൻ്റെ ഈ വർഷത്തെ 2025 വയലാർ അവാർഡ് അർഹനായത് ഇ. സന്തോഷ് കുമാർ. തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം. 49ാമത്തെ വയലാർ അവാർഡാണ്. 2025 ഇറാനി കപ്പ് ചാമ്പ്യന്മാരായത് വിദർഭ. 2025 ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്? ഉത്തരം ആന്ത്രോത്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ മുഴുവനായും കണ്ട് ഈ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക്